യേശു നൽകും ദൂതുകളേന്തി വരുന്നു ഞങ്ങൾ ചങ്ങാതി, വരുന്നു ഞങ്ങൾ ലിറ്റിൽ നിൽക്കും കൂട്ടുകാരൻ നിങ്ങൾക്കരികെ. യേശു നൽകും ദൂതുകളേന്തി വരുന്നു ഞങ്ങൾ ചങ്ങാതി, വരുന്നു ഞങ്ങൾ ലിറ്റിൽ നിൽക്കും കൂട്ടുകാരൻ നിങ്ങൾക്കരികെ. വാ വാ ചങ്ങാതി, വാ വാ ചങ്ങാതി, ലിറ്റിൽ മിക്കിനോട് ചേർന്ന് ഈശോയെ വാഴ്ത്താം. വാ വാ ചങ്ങാതി, വാ വാ ചങ്ങാതി, ലിറ്റിൽ മിക്കിനോട് ചേർന്ന് ഈശോയെ വാഴ്ത്താം. Hero Jesus, hero Jesus, makes us into little heroes. Hero Jesus, hero Jesus, makes us into little heroes. ലിറ്റിൽ മിക്കിനോട് ചേർന്ന് ഈശോയെ വാഴ്ത്താം. വാ വാ ചങ്ങാതി, വാ വാ ചങ്ങാതി, ലിറ്റിൽ മിക്കിനോട് ചേർന്ന് ഈശോയെ വാഴ്ത്താം. വാ വാ ചങ്ങാതി, വാ വാ ചങ്ങാതി, ലിറ്റിൽ മിക്കിനോട് ചേർന്ന് ഈശോയെ വാഴ്ത്താം. വാ വാ ചങ്ങാതി, വാ വാ ചങ്ങാതി, ലിറ്റിൽ മിക്കിനോട് ചേർന്ന് ഈശോയെ വാഴ്ത്താം. അതെ, അധികം ദൂരത്തേക്കൊന്നും പോകരുതേ. അമ്മയോട് ഞാൻ എത്ര തവണ പറഞ്ഞതാ നമുക്ക് ഈ സ്ഥലം വിട്ടു പോകാമെന്ന്. ഞങ്ങളുടെ വാലിന്റെ ഭംഗി ആസ്വദിക്കാൻ പോലും മറ്റൊരു മീനില്ല. ഒരു തടവറയിൽ എന്ന പോലെ തോന്നുന്നു. മോളെ, ഈ കുളത്തിലായതുകൊണ്ടാണ് ഇത്രയും കാലം ഇത്ര ഭംഗിയോടെ ജീവിച്ചിരുന്നത്. ഭക്ഷണം നൽകുകയാണല്ലോ. ആരാകും? പോയി നോക്കിയാലോ? വേണ്ട, അപകടമാവും. ഇങ്ങനെ ഒരു പേടിത്തോണ്ടൻ. ഞാൻ നോക്കാൻ പോവാ. സെവൻ ബിയിലെ അരുൺ ചേട്ടൻ നിന്നെ കണ്ടെന്നും മറ്റും പറഞ്ഞപ്പോൾ ഇത്ര ഭംഗി ഞാൻ കരുതിയില്ല. അമ്മ എനിക്ക് മിഠായി വാങ്ങാൻ തന്ന പൈസയാണ് എനിക്ക് പൊരി വാങ്ങിയത്. ഇന്നൊരു ദിവസം കൂടി ഞാൻ തരും. അത് കഴിഞ്ഞ ഞാൻ ഈ കുഞ്ഞിനെയും കൊണ്ട് എവിടേക്ക് പോവാനാണ്? ഞങ്ങൾക്കിതല്ലാതെ വേറെ ഒരു തരി മണ്ണില്ല. അതിനല്ലേ ഞാൻ കാശ് തരാമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് എവിടേക്കെങ്കിലും പോയിക്കോ. ഞാൻ പറഞ്ഞല്ലോ, ആ പാറക്വാറി ഞാനങ്ങ് വാങ്ങി. ഞങ്ങൾ അവിടെ പാറ പൊട്ടിച്ചു തുടങ്ങുമ്പോ നിങ്ങൾ അതിന് താഴെയായി താമസിക്കുന്നത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാ. ഇനി പാറയെങ്ങാൻ പൊട്ടി തലയിൽ വീണ് നിങ്ങൾക്ക് വല്ലതും പറ്റിയ പിന്നെ കൊലക്കുറ്റത്തിന് ഞാൻ അകത്ത് പോകേണ്ടി വരും. അല്ലടാ ബെന്നി? അതേ മുതലാളി. അതുകൊണ്ടാ പറഞ്ഞത്, ഒരു മനുഷ്യത്വവും എന്നിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. നാളെ ഒരു ദിവസം മാത്രം ഈ കൂടും കുടുക്കയും കൊണ്ട് ഇറങ്ങി പൊക്കോണം.
എന്റെ ഉണ്ണീശോയെ, ഞങ്ങളെ കാത്തുകൊള്ളാൻ കനിവുണ്ടാകണേ. ഞങ്ങൾക്ക് പോകാൻ മറ്റൊരു സ്ഥലവുമില്ല. എന്റെ അമ്മയെ സങ്കടപ്പെടുത്തരുതേ. കാവൽ മാലാഖമാരെ, എന്റെ കുഞ്ഞിന് കാവലായി ഉണ്ടാകണമേ. എന്റെ ഉണ്ണീശോയെ, ഞങ്ങളെ കാത്തോണേ. എന്റെ ഉണ്ണീശോയെ, ഞങ്ങളെ കാത്തോണേ. കാവൽ മാലാഖമാരെ. അമ്മേ, നമ്മൾ എന്താ തനിച്ചായേ? ആരും എന്തേ നമ്മളെ സഹായിക്കാനില്ലാത്ത? ആരും ഇല്ലാത്തവർക്ക് ദൈവം കൂടെ ഉണ്ടാവും മോനെ. നമ്മൾ നാളെ ഇവിടെ നിന്ന് ഇറങ്ങിയില്ലെങ്കിൽ അയാൾ നമ്മളെ കൊല്ലും. എനിക്കറിയില്ല എന്റെ കുഞ്ഞെ, നമുക്ക് കാവലായി കാവൽ മാലാഖമാരുണ്ടാവും. നമുക്ക് അവരെ പ്രാർത്ഥിക്കാം. അവർ നമ്മളെ കൈവിടില്ല. നമുക്കെന്തോ അപകടം പറ്റാൻ പോകുന്നു. നമ്മൾ എന്ത് ചെയ്യും അമ്മേ? അറിയില്ല. നിങ്ങൾ അമ്മയോടൊപ്പം ചേർന്ന് നിൽക്ക്. മുതലാളി ഒന്ന് മാറി നിന്നേക്ക്. തിരിയിട്ട് കത്തിക്കാൻ പോവുക. ഒരു വലിയ കുളം, നമുക്ക് അങ്ങോട്ട് പോകാം. വേണ്ട കുഞ്ഞെ, അപകടമാണ്. എനിക്കൊന്നും വയ്യ ചെറിയ കുളത്തിൽ ജീവിക്കാൻ. പോകരുത്, അപകടമാണ്. അമ്മ പറയുന്നത് കേക്കൂ. അയ്യോ എന്റെ കുഞ്ഞേ. മോൻ ഇവിടെ തന്നെ നിക്കണേ. അമ്മ അവളെ നോക്കിയിട്ട് വരാം. അത് അപകടമാണമ്മേ. സാരമില്ല, നമുക്ക് അവളെ രക്ഷിക്കണം. ഒന്നുകൂടി വയ്ക്ക്. എല്ലാം പൊട്ടിത്തെറിക്കട്ടെ. എന്റെ ദൈവമേ, എന്റെ കുഞ്ഞുങ്ങളെ കാത്തോണേ. ഇനി മുതൽ ഞാൻ ഇവിടെ നിന്നാണോ സ്കൂളിൽ പോവുക? ഇതാണോ ഇനി നമ്മുടെ ഇടം? അറിയില്ല മോനെ. ഈശോ ഒരു വഴി കാട്ടി തരാതിരിക്കില്ല. അമ്മയല്ലേ പറഞ്ഞ കാവൽ മാലാഖമാർ നമ്മളെ കാക്കുമെന്ന്? എന്നിട്ട് ആരെയും കാണുന്നില്ലല്ലോ. അതെങ്ങനെയാ കുഞ്ഞേ? ഒന്നും എളുപ്പത്തിൽ നേടാൻ ദൈവം നമ്മളെ അനുവദിക്കില്ല. അങ്ങനെ എളുപ്പത്തിൽ നേടിയാൽ അത് നേടുമ്പോഴുള്ള ആ മധുരം അനുഭവിക്കാനാവില്ല. അതുകൊണ്ട് എന്റെ കുഞ്ഞ് മനസ്സറിഞ്ഞ് ദൈവത്തെ വിളിക്കൂ. കുഞ്ഞുങ്ങളെ ഈശോയ്ക്ക് വലിയ ഇഷ്ടം. അപ്പോൾ സമയമായി അല്ലേ കൂട്ടുകാരെ? തീർച്ചയായും. ദൈവം എത്ര വാരിക്കോരി നൽകിയാലും ചിലർക്ക് അതും പോരാതെ വരുന്നു. ഇപ്പോൾ മനുഷ്യരെന്ന പേര് മാത്രമേ ഉള്ളൂ. മനുഷ്യത്വം എന്നേ അവരിൽ നിന്നും ചോർന്നു പോയിരിക്കുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അപ്പൊ നമ്മൾ തുടങ്ങുകയല്ലേ കൂട്ടുകാരെ? പൊട്ടിക്കില്ലടാ.
ബെന്നി, എടാ ബെന്നി, എവിടാ? എടാ നീ എവിടാണ്? ബാബു, സാബു, ഇവന്മാരൊക്കെ എവിടെ പോയി? മുതലാളി, നമ്മൾ പെട്ടുന്നാ തോന്നേ. ആ പാറയ്ക്കുള്ളിലായിപ്പോ. അയ്യോ, ഒന്ന് ചുമ്മാതിരിക്കണം. ഇനി ഇവിടെ നിന്ന് എങ്ങനെ പുറത്തിറങ്ങും? ചൂടാണ്, സഹിക്കാൻ പറ്റുന്നില്ല. നമുക്കിനി മുന്നോട്ട് നടക്കാം, അതേ ഒരു വഴിയുള്ളൂ. ഹലോ, ആരുമില്ലേ ഇവിടെ? വെള്ളം കോരി പോവരുത്, വെള്ളം കോരി പോവരുത്. ഇത് ഞങ്ങളുടെ ആവശ്യത്തിനുള്ളതാ. ആരാ നിങ്ങള്? മോനു, എന്നെ ഓർമ്മയില്ലേ? അന്ന് ഞങ്ങൾ മോന്റെ വീട്ടിൽ വന്നതും ആ അങ്കിള് വീട്ടിലെ സാധനങ്ങൾ പുറത്തെടുത്ത് എറിഞ്ഞതും മറ്റും ഓർമ്മയില്ലേ? നിങ്ങക്ക് വട്ടാണോ? എന്റെ വീട്ടിൽ ആരും വന്നിട്ടില്ല. അമ്മേ, പഴയതൊന്നും മനസ്സിൽ വെക്കരുത്. നിങ്ങളുടെ വീട് ഒഴിപ്പിച്ചതും ഒന്നും മനസ്സിൽ വെക്കരുത്. ഇപ്പൊ കുറച്ച് വെള്ളം തരണം പ്ലീസ്. നിങ്ങൾ എന്റെ വീട് ഒഴിപ്പിച്ചു? ഞാൻ നിങ്ങളെ കണ്ടിട്ടേ ഇല്ലല്ലോ. ആരാ നിങ്ങള്? അല്ല, ആ പാറക്കോറിയുടെ അടുത്തുള്ള വീട്ടിലെ. നിങ്ങൾ പറയുന്നത് എന്റെ സഹോദരിയെ പറ്റിയാ? ഞങ്ങൾ കാണാൻ ഒരുപോലെയാണ്. അപ്പൊ നിങ്ങളാണ് എന്റെ സഹോദരിയുടെ വീട് ഒഴിപ്പിക്കാൻ നടക്കുന്ന മുതലാളി അല്ലേ? അപ്പോ നിങ്ങൾ അവളെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടല്ലേ? എന്നിട്ട് എന്റെ വീട്ടിൽ വന്നിരിക്കുന്നു യാചിക്കാൻ. തരില്ല, ഒരു തുള്ളി വെള്ളം ഞാൻ തരില്ല. അയ്യോ, അങ്ങനെ പറയല്ലേ. വെള്ളം കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇപ്പൊ ചാവും. ദയ ഉണ്ടാകണം. ദയ? അത് നിങ്ങൾ എന്റെ സഹോദരിയോട് കാട്ടിയോ? അവളെ നാട്ടു തെരുവിലാക്കിയില്ലേ? ഈ പ്രകൃതിയോട് ദയ കാട്ടിയോ? ദയയില്ലാതെ പണത്തിനായി നിങ്ങൾ അതിനെ ചൂഷണം ചെയ്തില്ലേ? നിങ്ങൾ വന്ന വഴിയിൽ എത്ര പാറക്കൂട്ടങ്ങളെ കണ്ടു. എന്തേ അതൊന്നും വിറ്റ് കാശാക്കാൻ തോന്നിയില്ലേ? അപ്പോ പണത്തിനേക്കാൾ വിലയുള്ള ചിലതുണ്ട്. എനിക്ക് എന്റെ തെറ്റ് മനസ്സിലായി പെങ്ങളെ. എന്നാ പിന്നെ വെള്ളം കുടിച്ചോട്ടെ അല്ലേ അമ്മ? തീർച്ചയായും. ബെന്നി, വേണ്ട, നിർത്തിക്കോ. എന്തു പറ്റി മുതലാളി? വേണ്ടടാ, പ്രകൃതിയെയും മനുഷ്യനെയും ഒരുപോലെ വേദനിപ്പിച്ച് നമുക്കൊന്നും വേണ്ട. എല്ലാം മതിയാക്കാം.
ഇനി മുതൽ ഇവിടെ നിന്ന് എങ്ങോട്ടും പോകണ്ട. ഇതാണ് നിങ്ങളുടെ വീട്. ഇവിടെ നിന്നും ആരും നിങ്ങളെ ഇറക്കി വിടില്ല. ഞാൻ ചെയ്ത തെറ്റിന് മാപ്പ് തരൂ. അയ്യോ, അതൊന്നും വേണ്ട. ഞങ്ങളുടെ വീട് ഞങ്ങൾക്ക് തിരിച്ചു തന്നല്ലോ, അത് മതി. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. ഏതാ അമ്മേ മരുഭൂമിയിൽ താമസിക്കുന്ന അമ്മയുടെ സഹോദരി? എനിക്ക് അങ്ങനെ ഒരു സഹോദരി ഇല്ല കുഞ്ഞെ. എല്ലാം ദൈവത്തിനറിയാം.